അപ്പോൾ നമുക്ക് വാട്സപ്പ് സ്റ്റാറ്റസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിലുള്ളതാണ്. ഇപ്പോൾ യൂണിസോൺ എന്ന് പറയും. യൂണിസോണിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ മൊബൈലും മറ്റ് ഡീറ്റെയിലും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കാണിക്കുന്ന സ്റ്റാറ്റസുകൾ നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിൽ അക്കൗണ്ട് ഉണ്ട്. ഞാൻ എൻ്റെ കയ്യിൽ ഏൺ ചെയ്തിരിക്കുന്ന 41 രൂപ ഏൺ ചെയ്തിട്ടുണ്ട്. ഇത് 15 രൂപ മുതൽ നമുക്ക് റിഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ പുതിയ ആഡുകൾ വരുമ്പോൾ നമുക്കിവിടെ കാണിക്കും. നിലവിൽ റണ്ണിങ് ആയിട്ടുള്ള ആഡുകൾ വേണ്ടി അത് ഉണ്ടാകും. അപ്പോൾ ഞാൻ നിലവിൽ എൻ്റെ ഡാഷ്ബോർഡ് എടുത്തു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്ന ഒരു സ്റ്റാറ്റസ് ഉണ്ട്, ഷീമാട്ടിയുടെയാണ്. അപ്പോൾ അത് റണ്ണിങ് പ്രോഗ്രസ് ആണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് 11 മണിക്കൂറിന് ശേഷം നമ്മൾ സബ്മിറ്റ് ചെയ്യണം. ചിലതിൽ അവർ സ്ക്രീൻഷോട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടിയിരുന്നത്, ഞാൻ നിലവിൽ ഒരെണ്ണം ഷെയർ ചെയ്ത് 75 പൈസയാണ് ആദ്യത്തെ ഒരു സ്റ്റാറ്റസിന് ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കൊടുത്തത്. പിന്നീട് ഒരെണ്ണം 12 രൂപ കിട്ടിയിട്ടുണ്ട്. പിന്നീട് ഒരെണ്ണം 13 രൂപയുടെ, ഒരെണ്ണം 14 രൂപ. അങ്ങനെ ടോട്ടൽ എനിക്ക് 44 രൂപയോ മറ്റുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ 5 ആഡുകൾ ഇതുവരെ ഷെയർ ചെയ്തിട്ടുള്ളൂ. കാരണം ഇത് കിട്ടുമല്ലോ എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നലെ 41 രൂപ, ഇന്നത്തെ കൂട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. നമ്മൾ കയറി രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ നമ്പറും ബാക്കി നെയിമും പിന്നെ അത് വെരിഫിക്കേഷൻ മാത്രമാണ് അതിൻ്റെ അകത്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് വെരിഫൈഡ് ആയിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ വെറുതെ സ്റ്റാറ്റസ് മിനിമം ഒരു 100 പേരെങ്കിലും നമ്മുടെ സ്റ്റാറ്റസ് കാണുന്നുണ്ടാകും. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റാറ്റസ് കാണുന്ന ആളുകൾ വെറുതെ സ്റ്റാറ്റസ് കണ്ടാൽ ആ സ്റ്റാറ്റസ് പോലും നമുക്ക് ക്യാഷായിട്ട് മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് വളരെ സിമ്പിളാണ് ഈ പറയുന്ന യൂണിസോണിലൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ സ്റ്റാറ്റസ് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിലൊന്ന് ആണ് യൂണിസോൺ എന്നുള്ളത്. നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളതാണ്. കുറേ അധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. ഇനി ഇതിൻ്റെ രജിസ്ട്രേഷൻ മറ്റു കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഇത്രയേ ഉള്ളൂ. നമ്മൾ കിടക്കുമ്പോൾ രജിസ്റ്റർ USF എന്നുള്ളതിലേക്ക് ഇത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ നിങ്ങളുടെ കോൺടാക്റ്റിൽ ഫോണിൽ എത്ര കോൺടാക്റ്റ് ഉണ്ടെന്ന് അവർ ചോദിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന മെയിൽ ID അതിൻ്റെ അകത്തേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ മെയിലിൽ സെർവ് ചെയ്തിരിക്കുന്ന കോൺടാക്റ്റുകളുടെ ലിസ്റ്റ് എടുക്കും. ഇപ്പോൾ എൻ്റെ കയ്യിലാണെങ്കിൽ 1800 2000 കോൺടാക്റ്റിൻ്റെ അടുത്തുണ്ട്. പിന്നെ നമ്മുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ആഡുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നതെന്നുള്ള കാര്യം കൊടുക്കാൻ പറ്റും. അങ്ങനെ ഒരു പ്രിഫറൻസ് ലിസ്റ്റ് നമ്മൾ കൊടുക്കുക. അങ്ങനെ പ്രിഫർ ചെയ്യുന്ന സാധനങ്ങൾ മാത്രമായിരിക്കും നമുക്ക് സ്റ്റാറ്റസ് ഷെയർ ചെയ്യാനായിട്ട് വരിക. അപ്പോൾ അതിനെല്ലാം സിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട് റെഡിയായി. അക്കൗണ്ട് റെഡി ആയി കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് പതിപോലെ അവർ പറയും, നിങ്ങളൊരു ടെസ്റ്റിനായിട്ട് ഒരു വാട്സപ്പിൻ്റെ സ്റ്റാറ്റസ് ഇടാൻ പറഞ്ഞിട്ട് അവരൊരു ഫസ്റ്റ് സ്റ്റാറ്റസ് വരും. അത് നോർമലി അവരുടെ തന്നെയായിരിക്കും. അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ 1 രൂപയോ മറ്റുമാണ് ആദ്യം തരുന്നത്. പിന്നീട് നമുക്ക് ഡെയിലി സ്റ്റാറ്റസുകൾ വന്നു തുടങ്ങും. അപ്പോൾ അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. വെറുതെ ഒരു ഫോട്ടോ എടുത്ത് സ്റ്റാറ്റസ് ഇടുന്നതിന് പകരം തൽക്കാലം ആ സ്റ്റാറ്റസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാഷായിട്ട് മാറ്റാമെന്നുള്ളതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ പുതിയ ആപ്ലിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.